എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എപ്പോഴാണ് ഹയർ സെക്കൻഡറി സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ വരിക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്, ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കുമോ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരിക എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരുന്നത് ഏകദേശം അതായത് ഈ ഒരു ജൂൺ 20-ാം തീയതിയോടെയായിരിക്കും. അപ്പോൾ നിലവിൽ ആ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ പ്രതീക്ഷിക്കുന്ന ഡേറ്റ് ആണ്. ചിലപ്പോൾ ആ ഒരു ഡേറ്റിൽ ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ചതാണ്, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ യൂണിഫോം വാങ്ങിക്കണോ ബുക്ക് വാങ്ങിക്കണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്ക് ആണ് നിങ്ങൾ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ യൂണിഫോം വാങ്ങിക്കേണ്ടതില്ല. അതേസമയം നിങ്ങൾക്ക് ഈ ഒരു ബുക്കിൻ്റെ കാര്യം പറയുന്ന സമയത്ത് നിങ്ങളിപ്പോൾ മറ്റൊരു കോഴ്സിലേക്കാണ്, നിലവിൽ കിട്ടിയിട്ടുള്ള കോഴ്സല്ല, മറ്റൊരു സ്കൂളിലെ അല്ലെങ്കിൽ മറ്റൊരു കോഴ്സിലേക്കോ അല്ലെങ്കിൽ നിലവിലെ സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കോ ആണ് മാറുന്നതെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ബാക്കി സബ്ജക്റ്റിൻ്റെ ബുക്ക് വാങ്ങിക്കേണ്ടതില്ല. എന്നാൽ നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജിൻ്റെ ബുക്കാണെങ്കിൽ അത് നിങ്ങൾ വാങ്ങിക്കുന്നതിന് നിങ്ങൾക്ക് പ്രോബ്ലം ഇല്ല. കാരണം എല്ലാ സ്കൂളുകളിലും സെക്കൻഡ് ലാംഗ്വേജിൻ്റെ ബുക്കും ഇംഗ്ലീഷിൻ്റെ ബുക്കും സെയിം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷും അതുപോലെ സെക്കൻഡ് ലാംഗ്വേജ് ബുക്കും ആണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾക്കത് പ്രോബ്ലം ഇല്ല ആ ഒരു ബുക്ക് വാങ്ങിക്കുന്നതിന്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി അടുത്തതായിട്ട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ സമർപ്പിക്കും മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കും മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷൻ യാതൊരു കാരണവശാലും ഡിലീറ്റ് ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ, അതായത് അപേക്ഷ സമർപ്പിച്ച് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രാൻസ്ഫറിന് ആഗ്രഹിക്കുന്ന സ്കൂൾ ഏതൊക്കെയാണ്, കോഴ്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ മറ്റൊരു സ്കൂൾ വേണമെങ്കിൽ ആ ഒരു സ്കൂൾ ഏതാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിലും നൽകാം, നിങ്ങളുടെ ഇഷ്ടമാണ് എത്ര ഓപ്ഷൻ വേണം എന്നുള്ളത്. പക്ഷെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള സ്കൂളുകളും കോഴ്സുകളും മാത്രമേ ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കാവൂ. അതായത് ചില വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നിന്നും സ്കൂൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, എന്നാൽ കോഴ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് കോഴ്സ് മാത്രമായിട്ട് മാറാൻ പറ്റും. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, എന്നാൽ കോഴ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് സ്കൂൾ മാറാം, കോഴ്സ് മാറാതെ സ്കൂൾ മാറാം. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് സ്കൂളും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, കോഴ്സും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് സ്കൂളും മാറാം, കോഴ്സും മാറാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ട്രാൻസ്ഫറിന് ഓപ്ഷനുകൾ കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെയാണ് ട്രാൻസ്ഫറിന് ഓപ്ഷൻ കൊടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ വേക്കൻസി ലിസ്റ്റ് എങ്ങനെ അറിയാം എന്നുള്ളതാണ്. വേക്കൻസി ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്, എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ചുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, ആ ഒരു വേക്കൻസി ലിസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഈ ഒരു ഏത് ജില്ലയിലേക്കാണോ, അപ്പോൾ വിദ്യാർത്ഥികൾ ഏത് ജില്ലയിലേക്കാണോ, അതായത് ഏത് ജില്ലയിലേക്കല്ല, നിങ്ങൾ ഏത് ജില്ലയിലാണോ നിലവിൽ അഡ്മിഷൻ നേടിയത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു ജില്ലയിൽ ഏതൊക്കെ സ്കൂളുകളിൽ ഏതൊക്കെ കോഴ്സിലാണ് വേക്കൻസി ഉള്ളത് എന്നുള്ളത് കാണാൻ സാധിക്കുന്നതാണ്. ചില സ്കൂളിൽ 0 വേക്കൻസി ആയിരിക്കും ചില കോഴ്സിൽ ഉണ്ടാവുക. എന്നിരുന്നാലും നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷനായിട്ട് വെക്കാവുന്നതാണ്. കാരണം ആ ഒരു കോഴ്സിൽ നിന്ന് വേറെ സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ വേറെ കോഴ്സിലേക്ക് വിദ്യാർത്ഥികൾ ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കുന്നുണ്ടെങ്കിൽ അവിടെ വേക്കൻസി വരികയും നിങ്ങളെ അതിലേക്ക് പരിഗണിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ വേക്കൻസി നോക്കാതെ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കാവുന്നതാണ്. അപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് ബയോളജി സയൻസ് ആയിരിക്കും പഠിക്കാൻ താല്പര്യം, എന്നാൽ ആ ഒരു സ്കൂൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. അതായത് ബയോളജി സയൻസ് കിട്ടിയിട്ടുണ്ടാവും, എന്നാൽ വേറൊരു സ്കൂളിലായിരിക്കും. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതായിരിക്കും, ഈ ഒരു ട്രാൻസ്ഫറിന് വെക്കുമ്പോൾ ആ ഒരു സ്കൂളിൽ ഞാൻ ഹ്യൂമാനിറ്റീസിനൂടി ഓപ്ഷൻ വെക്കണോ എന്നുള്ളത്. ഒരിക്കലും വെക്കേണ്ടതില്ല. കാരണം നിങ്ങളിപ്പോൾ നിലവിൽ ബയോളജി സയൻസ് ആണ് കിട്ടിയത്, എന്നാൽ നിങ്ങൾക്ക് സ്കൂൾ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വിചാരിച്ച് അടുത്ത സ്കൂളിലേക്ക് നിങ്ങൾ മാറുന്നതിനായിട്ട് വെക്കുന്ന സമയത്ത് ഈ ഒരു ഹ്യൂമാനിറ്റീസ് വെക്കേണ്ട, ബയോളജി സയൻസ് തന്നെ മാത്രമേ വെക്കാവൂ. കാരണം അഥവാ നിങ്ങൾക്ക് ഈ ഒരു ബയോളജി സയൻസിന് ഹ്യൂമാനിറ്റീസ് ആണ് കിട്ടിയതെങ്കിൽ ചിലപ്പോൾ പിന്നീട് ട്രാൻസ്ഫർ കിട്ടാത്ത സാഹചര്യം വരികയാണെങ്കിൽ, അത് നിങ്ങൾ അപേക്ഷിച്ചിട്ടും കിട്ടാത്ത സാഹചര്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിപ്പോൾ ബയോളജി സയൻസ് ആണ് പഠിക്കാൻ താല്പര്യമുള്ളതെങ്കിൽ അത് മാത്രം വെക്കുക, കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സിലേക്ക് മാത്രം വെക്കുക, അതുപോലെ ഹ്യൂമാനിറ്റീസ് മാത്രമാണെങ്കിൽ ഹ്യൂമാനിറ്റീസ് മാത്രം വെക്കുക, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് മാത്രം വെക്കുക. അപ്പോൾ ഈ രീതിയിൽ മാത്രം നിങ്ങൾ ഓപ്ഷൻ വെക്കുക. ചില വിദ്യാർത്ഥികൾക്ക് കൊമേഴ്സ് കിട്ടിയാലും സയൻസ് കിട്ടിയാലും കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയാലും ഏത് കിട്ടിയാലും പ്രോബ്ലം ഇല്ല എന്നുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷനുകൾ വെക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കുക എന്നുള്ളതാണ്. ആർക്കൊക്കെയാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ SWS, അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ MRS, അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നിങ്ങനെയുള്ള ലിങ്ക് മുഖേന നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. അപ്പോൾ ഫസ്റ്റ് ട്രാൻസ്ഫറിൽ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് മറ്റൊരു കോഴ്സിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിൽ നിന്ന് മറ്റൊരു കോഴ്സിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കൊക്കെയാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ട്രാൻസ്ഫർ ഓപ്ഷൻ വെക്കാം. എന്നാൽ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ മറ്റൊരു
ജില്ലയിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ട്രാൻസ്ഫറിനാണ് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുക. അതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫറിനാണ് വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കാൻ പറ്റുക. ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് ബാക്കിയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും, അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ ഫസ്റ്റ് ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ കൂടി നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെക്കാൻ പറ്റുന്നതാണ്. ഇനി എങ്ങനെയാണ് ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കേണ്ടതെന്ന് കാര്യം പറയാം. ട്രാൻസ്ഫറിന് അപേക്ഷിക്കും മുമ്പ് നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളിൽ ഏതൊക്കെ കോഴ്സിൽ അല്ലെങ്കിൽ നിലവിലെ സ്കൂളിൽ ഏതൊക്കെ കോഴ്സുകളിലേക്ക് ട്രാൻസ്ഫർ വേണം എന്ന് സംബന്ധിച്ചുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ അതിനുശേഷം മാത്രം വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, അതുപോലെ തന്നെ ജില്ല എന്നിവ കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ഫോർ ട്രാൻസ്ഫർ എന്ന് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ OTP ചോദിക്കും. അപ്പോൾ സെൻഡ് OTPയിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP നൽകുക, സബ്മിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളുകൾ ഏതൊക്കെ കോഴ്സുകളിലേക്ക് ഓപ്ഷൻ വേണം എന്നുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്ത് ശേഷം നിങ്ങൾക്ക് അപേക്ഷയിൽ എന്തെങ്കിലും വിവരങ്ങൾ തിരുത്തേണ്ടതായിട്ടുണ്ടോ, അതായത് ഏതെങ്കിലും ഓപ്ഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഫൈനൽ ഡിക്ലറേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട, അതായത് നിങ്ങൾക്ക് എങ്ങോട്ടേക്കൊക്കെയാണ് ട്രാൻസ്ഫർ വേണ്ടത് അതിനനുസരിച്ച് മാത്രമല്ലേ നിങ്ങൾ ഓപ്ഷൻ വെച്ചിട്ടുള്ളത് എന്ന കാര്യം ചെക്ക് ചെയ്യുക. നൽകിയിട്ടുള്ള സ്കൂളോ കോഴ്സോ മാറിപ്പോയിട്ടില്ല എന്നുള്ളതുകൂടി വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ ചെയ്യുക. അതോടുകൂടി നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് കിട്ടും. അത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ചു വയ്ക്കുക. അതിനുശേഷം പിന്നീട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുന്നതായിട്ട് വീണ്ടും കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ആ ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാറ്റുലേഷൻ, യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ട്രാൻസ്ഫർ കിട്ടാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ സോറി യു ഹാവ് നോട്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ പറ്റുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ചതാണ് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ അത് വേണ്ട എന്ന് വെച്ച് എനിക്ക് ആദ്യം കിട്ടിയ സീറ്റിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരിക്കലും പറ്റുന്നതല്ല. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് ആണ് കിട്ടിയത്. അതിനുശേഷം ഞാൻ ആ ഒരു സ്കൂളിൽ തന്നെ ഞാൻ കമ്പ്യൂട്ടർ സയൻസിലേക്ക് ഞാൻ ട്രാൻസ്ഫർ വെച്ചു. അപ്പോൾ എനിക്കവിടെ ട്രാൻസ്ഫർ കിട്ടിയെങ്കിൽ എനിക്ക് ആ ഒരു സീറ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, അത് ഈ ഒരു എന്ന സ്കൂളിൽ തന്നെ ഉള്ള ഹ്യൂമാനിറ്റീസ് തന്നെ മതിയെന്ന് എനിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും പറ്റുന്നില്ല. ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ തന്നെ ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. എവിടെയാണോ ട്രാൻസ്ഫർ കിട്ടിയത് ആ ഒരു കോഴ്സിലേക്കോ അല്ലെങ്കിൽ സ്കൂളിലേക്കോ എങ്ങനെയാണ് കിട്ടിയത് അതിനനുസരിച്ച് നിങ്ങൾ മാറേണ്ടതായിട്ട് വരുന്നതാണ്. ഇപ്പോൾ ട്രാൻസ്ഫർ അപേക്ഷിച്ചു എന്നാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലെ സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് തുടരാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും നിങ്ങൾക്ക് ട്രാൻസ്ഫർ റദ്ദ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ വേണ്ടാന്ന് വെക്കാനോ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ മാത്രമേ ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷനുകൾ നൽകാവൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.